അനുഭവം 1. ഒരു ദിവസം രാത്രി വണ്ടിയിൽ കൂടി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു ചെറിയ കാട് പോലുള്ള സ്ഥലം. പാസ് ചെയ്താൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. 2 വണ്ടിയിലെ 4 പേരുണ്ട്. പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ്റെ പോലുള്ള രൂപം സ്പീഡിൽ ക്രോസ് ചെയ്തു പോയി. എനിക്ക് തോന്നിയതാണ് എന്ന് വെച്ച് മിണ്ടാതിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ മുന്നിൽ ബൈക്കിൽ പോയ കൂട്ടുകാരൻ ആരെങ്കിലും ഒരു രൂപം സ്പീഡിൽ മുന്നിലൂടെ പോയത് കണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ 4 പേരും അങ്ങനെ ഒരു രൂപത്തിനെ കണ്ടതായി മനസ്സിലാക്കിയത്. വേറൊരു കൂട്ടുകാരൻ ഇതുപോലെ ഒരു റൂട്ടിൽ കൂടി പോയപ്പോൾ ഒരുത്തിന് ലിഫ്റ്റ് കൊടുത്തു. രാത്രിയായിരുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് അവനെ ഒരിടത്ത് ഡ്രോപ്പ് ചെയ്ത് ഇവൻ മുന്നോട്ട് പോയപ്പോൾ 500 മീറ്റർ മുന്നേ നിന്ന് അവൻ ഇവനെ നോക്കി ചിരിക്കുന്നു. ഇവൻ്റെ മുന്നിൽ കൂടി വേറൊരു വണ്ടിയും പോയിട്ടുമില്ല. പേടിച്ച് ഇവൻ വണ്ടി നിർത്താതെ പോയി. അനുഭവം 2. പ്രേതകഥ ഒന്നുമല്ല, എന്നാലും എനിക്കുണ്ടായ ഒരനുഭവമാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം രാത്രിയിൽ മഴയും കാറ്റും കാരണം ഉണർന്നു. അടുക്കളയോട് ചേർന്നുള്ള വീടിൻ്റെ പുറകുവശത്തെ മുറിയിലാണ് ഞാൻ കിടക്കുന്നത്. മുറിക്ക് കതകുണ്ടായിരുന്നില്ല. അന്ന് അതുകൊണ്ട് തന്നെ കർട്ടൻ വെച്ച് മറയ്ക്കാറായിരുന്നു പതിവ്. പുറകുവശത്തെ കണ്ടമാണ്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ സെയിം കോമ്പൗണ്ടിൽ ബന്ധുക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ കതകില്ലാത്തത് ഒരു വിഷയമായി തോന്നിയിട്ടില്ല. കണ്ടത്തിൻ്റെ നടുക്കാണ് എൻ്റെ വീട്. അങ്ങനെ അന്ന് മഴയുള്ള രാത്രി ഉണർന്നപ്പോൾ വെളിയിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. കറുത്ത നിറം, ഡാർക്ക് പർപ്പിൾ കളർ ഷർട്ടും മുണ്ടും ആയിരുന്നു വസ്ത്രം. കണ്ണ് ചുവന്ന് ഒരു കാർട്ടൂണിലൊക്കെ കാണുന്നത് പോലെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച കളർ. ഞാൻ പെട്ടെന്ന് തന്നെ തല താഴ്ത്തി സൈഡിൽ വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അച്ഛനും അമ്മയും മുംബൈയിലായിരുന്നു. എൻ്റെ 5ാം വയസ്സ് വരെ ഞാൻ വല്യമ്മയുടെ കൂടെയായിരുന്നു താമസം. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് പാരൻസ് വന്നു. ഞാൻ നാട്ടിൽ നിന്ന് മുംബൈയിലോട്ട് അവരുടെ കൂടെ പെർമനൻ്റായി ഷിഫ്റ്റായി. അന്ന് സാധനമൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് പഴയ ഒരു ആൽബം കിട്ടി. പാരൻസിൻ്റെ കല്യാണ ആൽബമായിരുന്നു അത്. അതിൽ ഞാൻ അന്ന് രാത്രി കണ്ട സെയിം പുള്ളി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആൽബവും എടുത്ത് അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോഴാണ് അറിയുന്നത് അത് അമ്മയുടെ അച്ഛനായിരുന്നു എന്ന്. ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും മൂപ്പരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മരവിപ്പായിരുന്നു. പിന്നീട് ഒരിക്കലും വീട്ടുകാരോടും ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞില്ല. പറഞ്ഞാൽ പുള്ളിയുടെ ആത്മാവ് കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജ്യോത്സ്യന്മാർ കാശ് ഈടാക്കും. പണ്ട് നടന്ന പൂജകളൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാകണം ഞാനൊന്നും വീട്ടുകാരോട് പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറേയില്ല. അനുഭവം 3. ഒരു ദിവസം ബൈക്കിൽ വരുന്നേരം മഴ ആയതുകൊണ്ട് ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അന്ന് ഞാൻ കുറച്ച് ലേറ്റായിരുന്നു. മഴ മാറും വരെ അവിടെ ഇരിക്കാം, മാറി മെല്ലെ പോകാം എന്നൊക്കെയായിരുന്നു ചിന്ത. അവിടെ ഇരിക്കും തോറും അവിടെ ഇരിക്കണ്ട എന്നൊക്കെ മനസ്സ് തോന്നിച്ചു. സാധാരണ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും എനിക്കിതിന് മുന്നേ ഉണ്ടായിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റും ഓഫായി. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും കറണ്ട് വരുന്നില്ല. സത്യം പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ തോന്നിയിരുന്നു. പ്രേതമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുള്ള പേടി അല്ലായിരുന്നു. അന്നേരം മനുഷ്യന്മാരെ തന്നെയായിരുന്നു പേടി. കാരണം ബൈക്കൊക്കെ കൊണ്ട് പോകാനൊക്കെ നടക്കുന്ന ഒരു കൂട്ടം മാനസിക രോഗികളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നോർത്ത്. എസ്പെഷ്യലി രാത്രിയാണല്ലോ. എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു നിഴൽ പോലെ എൻ്റെ മുന്നിൽ കൂടെ പോകുന്നത് ഒരു തോന്നൽ. നടന്നിട്ടൊന്നുമല്ല, അതൊരു തോന്നൽ മാത്രമായിരിക്കാം എന്ന് വിചാരിച്ചു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നോക്കിയിട്ടും കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തോ ബാഡ് സ്മെല്ലും അടിക്കുന്നുണ്ട്. അതൊരു ഡിസ്കംഫോർട്ടായിരുന്നു. വീണ്ടും കുറച്ചു നേരം ഇരുന്നു. കറണ്ട് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. മഴയും മാറുന്നില്ല. എങ്ങനെ പോകുമെന്ന ചിന്തയായി അപ്പോഴേക്കും. ഇനി മഴ മാറിയില്ലേ മഴ നനഞ്ഞു പോകാം എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഒരു തൂണുണ്ട്. അതിൻ്റെ അടിയിൽ ആരോ ഇരിക്കുന്ന പോലെ ഒരു തോന്നൽ. ഞാൻ എയ്റ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും അന്നേരം ബോധേഡായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടി വരുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത മാതിരിയുള്ള അനുഭവം. പിന്നീട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. മഴ നനഞ്ഞ് ആണേലും ഞാൻ ബൈക്ക് എടുത്ത് വീട്ടിൽ പോയി. അന്ന് രാത്രി ഉറങ്ങി. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ തേടുന്നതും അതാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ എൻ്റെ തോന്നലാകാം. പക്ഷേ
ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒരു തരം എന്തോ പോലുള്ള നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തത് അപ്പോഴായിരുന്നു. വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ ദൈവവിശ്വാസി അല്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നേ? വിശ്വാസം എന്നല്ല, അതൊരു അനുഭവമല്ലേ. അനുഭവം 4. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനുഭവമാണ്. ഇവർ ഒരു 4 പേരുണ്ടാകും. എല്ലാവർക്കും 18-19 വയസ്സ് പ്രായം. ഒരു ദിവസം ഇവർ എല്ലാവരും കൂടി ഏതോ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി പാതിരാത്രി ഇറങ്ങി. എല്ലാവരും ഫൺ മൂഡിലായിരുന്നു. എല്ലാ പോസ്റ്റിലും നോട്ടീസ് ഒട്ടിച്ചു. കുറച്ച് വീടുകൾ കുറവുള്ള ഒരു വിജന പ്രദേശത്ത് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഇവരെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ പേരെല്ലാം ചോദിച്ചു. മക്കളെ, നിങ്ങൾ നന്നായി പഠിക്കണം, നല്ല നിലയിലെത്തണം എന്നൊക്കെ ഉപദേശിച്ചു. പോവാൻ നേരം ഇവർ ഇയാളുടെ പേര് ചോദിച്ചു. അയാൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു, വീട് എവിടെയെന്നും ഫാമിലിയെ പറ്റിയും എല്ലാം. പക്ഷേ പോകാൻ നോക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ മരിച്ചിട്ട് ഇന്നേക്ക് 41 ദിവസമായി എന്ന്. ഇത് പറഞ്ഞ് അയാൾ നടന്നുപോയി. ആ പോകുന്ന പോക്കിൽ തന്നെ അയാൾ മാഞ്ഞുപോയി. പേടിച്ച് കിളിപോയ എല്ലാവരും ഇവർ വന്ന ഓട്ടോറിക്ഷ കിട്ടുന്ന മാക്സിമം സ്പീഡിൽ വീട് പിടിച്ചു. പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഇവർ ഇയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഇങ്ങനെ ഒരാൾ മരിച്ചിട്ട് 41 ദിവസമായി. അനുഭവം 5. രാത്രി ഗാനമേള കഴിഞ്ഞ് വരുന്ന ടീം ഒരു കൊച്ചു പെൺകുട്ടി വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. അവർ വണ്ടി നിർത്തി. എന്താ പറ്റിയത്, എന്തിനാ കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ചു. കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതാണെന്നും തിരിച്ചു പോവാൻ പേടിയാണെന്നും പറഞ്ഞു. ഇവർ വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവിട്ടു. വീട്ടിലെ വഴിയിൽ മാത്രമേ നിന്നുള്ളൂ. അകത്തോട്ട് കുട്ടി കയറിപ്പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവർ തിരിച്ചുപോയി. അടുത്ത ദിവസം അതുവഴി പോയപ്പോഴാണ് അവിടെയുള്ളവർ മുഴുവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് മനസ്സിലായത്. ഒരു കുട്ടിയടക്കം. മൊത്തം ഗാനമേള ടീംസ് ഒരാഴ്ച പേടിച്ച് പനി പിടിച്ച് കിടന്നു. അനുഭവം 6. പണ്ട് വടകര ഭാഗത്ത് എവിടെയോ നടന്ന ഒരു സംഭവമാണ് ഇത്. അവിടെയുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ദൂരെ നിന്ന് വടകരയുള്ള ഏതോ ഒരു ബന്ധു വീട്ടിലേക്ക് ഒരാൾ വരികയായിരുന്നു. ഇന്നത്തെ പോലെ ഓട്ടോയും കാറുമൊന്നും കിട്ടുന്ന കാലമല്ല. ബസ് ഇറങ്ങി കുറേ നടക്കണം, അതും നട്ടപ്പാതിലേക്ക്. ആളും അനക്കവുമില്ലാത്ത വഴിയിൽ കൂടി. രാത്രി ആയതിനാൽ പുള്ളിക്ക് ശരിക്കും വഴിതെറ്റി. വഴിയിലെങ്ങും ആരെയും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ചു ദൂരെ ഒരു ചെറിയ വെട്ടം കണ്ടു. അതൊരു കടയായിരുന്നു. അവിടെ വളരെ വിചിത്രമായ കാഴ്ചയാണ് പുള്ളി കണ്ടത്. ഒരു മെഴുകുതിരി വെട്ടത്തിന് ചുറ്റും 4-5 പൂച്ചകളിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു മനുഷ്യൻ തല കുമ്പിട്ടിരിപ്പുണ്ട്. അയാളുടെ തലയിൽ ഒരു കെട്ടുമുണ്ട്. ഈ വന്നയാൾ പലവട്ടം ചോദിച്ചിട്ടും പുള്ളിയൊന്നും മിണ്ടിയതുമില്ല, തല ഉയർത്തി നോക്കുന്നതുമില്ല. ഇതെന്ത് മലരൻ എന്ന് ചിന്തിച്ച് പുള്ളി മുന്നോട്ട് നടന്നു. കുറച്ച് ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെട്ടം അണഞ്ഞു. കൂടെ മാംസം വെന്ത രൂക്ഷഗന്ധം അടിക്കുന്നുമുണ്ട്. എന്തോ പന്തികേട് തോന്നിയ പുള്ളി ചെറുതായി ഓടാൻ തുടങ്ങി. ഒടുക്കം എങ്ങനെയൊക്കെയോ ആ വീട്ടിലെത്തി. എത്തിയ പാടെ പുള്ളി ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോട് പറഞ്ഞു. ഇത് കേട്ട പാടെ ബന്ധുക്കൾ വളരെ പേടിച്ചതുപോലെ പരസ്പരം നോക്കുന്നു. പിറ്റേന്നാണ് വീട്ടുകാർ ആ സംഭവം പുള്ളിയോട് പറയുന്നത്. അവിടെ അടുത്ത് ഒരു മീൻകാരനുണ്ടായിരുന്നു. പുള്ളിയുടെ മക്കളുമായി പുള്ളി എന്നും വഴക്കായിരുന്നു. പുള്ളിയെ വീട്ടിലൊന്നും കയറ്റാറില്ല. പുള്ളിക്ക് ആ കടത്തിണ്ണയിലായിരുന്നു കിടപ്പ്. പുള്ളി മീൻ വിൽക്കുന്ന സമയത്ത് പൂച്ചകൾക്ക് മീൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ചുറ്റും ഇവറ്റകൾ എപ്പോഴും കാണും. നാട്ടുകാരാണ് തന്നെ മക്കളെയും അകറ്റുന്നത് എന്ന് എപ്പോഴും പുള്ളി പറയുമായിരുന്നു. നാട്ടുകാരോടൊക്കെ ദേഷ്യമായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇളയ മകനുമായി വഴക്കുണ്ടാക്കി പുള്ളി ആ കടയുടെ തിണ്ണയിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. മക്കളെയും നാട്ടുകാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ പുള്ളി ആത്മഹത്യ ചെയ്യുമെന്നും ശല്യപ്പെടുത്തുമെന്നും പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് വന്ന ആൾക്ക് പേടിയും വിറയലും പനിയും ഒക്കെയായി. ഒരുപക്ഷെ ആ നാട്ടുകാരനല്ലാത്തത് കൊണ്ടാകും പുള്ളിയെ ഉപദ്രവിക്കാത്തത് എന്നും അവർ കരുതി. അനുഭവം 7. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവം. മെയിൻ റോഡ് കഴിഞ്ഞ് ഒരു വലിയ
വയൽ കഴിഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പ്രവേശിക്കുക. രാത്രിയായാൽ അതുവഴി ആരും വരാറില്ല. വഴിതെറ്റിക്കാൻ ഏതോ ഒരു ശക്തി അവിടെ ഉണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. ഈ വയലിനടുത്താണ് ഒരു ഉമ്മയും അവരുടെ മകനും താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടാകും. ഈ ഉമ്മയും മകനും വീടിന് പുറത്തിരിക്കുമ്പോൾ സ്കൂൾ യൂണിഫോമിൽ ഒരു 17 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ഉമ്മ ആ വിദ്യാർത്ഥിയെ വേഗം അകത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ നേരത്ത് എവിടെ നിന്ന് വരുന്നതാണ് എന്ന് ചോദിച്ചു. ഇവൻ ഒരു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അവൻ 8 മണി മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. എത്ര നടന്നിട്ടും അവൻ എത്തുന്നില്ല. ആദ്യമൊന്നും ഇവൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഇവൻ ആകെ ക്ഷീണിതനായപ്പോഴാണ് ഇവൻ്റെ പിറകിൽ ആരോ ഉള്ളതുപോലെ തോന്നിയത്. വേഗം തന്നെ ഓടാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ പിന്നിൽ ചങ്ങല ശബ്ദം പോലെ എന്തോ പിന്തുടർന്നു വരുന്നത് പോലെ അവന് തോന്നി. അങ്ങനെ പേടിച്ച് ഓടിയതാണ് അവൻ. ഉമ്മ മകനോട് ഇവൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞു. ഇവൻ്റെ വീട് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മലയുടെ അടുത്താണ് എന്ന് പറഞ്ഞ് മകൻ ബൈക്കിൽ വിദ്യാർത്ഥിയെ കയറ്റി ബൈക്ക് ഓടിച്ചു പോയി. ഉമ്മ മകനെയും കാത്ത് വീട്ടിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റിനടുത്ത് എന്തോ കിടക്കുന്നത് പോലെ തോന്നി. അടുത്ത് ചെന്നപ്പോഴാണ് ഐഡൻറ്റിറ്റി ടാഗാണെന്ന് മനസ്സിലാക്കിയത്. ഇതെടുത്ത് പേരും സ്കൂളും നോക്കി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച ഉമ്മ കണ്ടത്. ടാഗ് എക്സ്പയർഡ് ആയിരുന്നു. ഉമ്മ ആകെ പേടിച്ച് കുട്ടിയുടെ വേഷത്തിൽ വന്ന് തൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയത് ആരാണെന്നറിയാതെ ഉമ്മ കരഞ്ഞു. അടുത്ത വീട്ടിലേക്ക് ഓടി. നാട്ടുകാരെ വിളിച്ച് മകനെ തിരയാൻ തുടങ്ങി. രാത്രി മൊത്തം തിരഞ്ഞിട്ടും കണ്ടില്ല. പിന്നെ രാവിലെ ജോലിക്ക് പോകുന്നവർ പുഴയുടെ അടുത്ത് ഇയാളെ കണ്ടെത്തി. ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇയാൾ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയാൻ തുടങ്ങി. മകൻ്റെ മാനസിക നില തെറ്റി. പിന്നീട് കുറേ ചികിത്സയൊക്കെ നടത്തി ശരിയായി. ഇപ്പോൾ അയാൾ ജോലിക്ക് പോകുന്നു. ഉമ്മയ്ക്ക് വയസ്സുമായി. ഇപ്പോഴും അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ഭയമുണ്ട്. ഇതിനുശേഷം ഈ വയലെല്ലാം ലൈറ്റ് വന്നു. പിന്നെ റോഡും വന്നു. ഇപ്പോൾ കുഴപ്പമില്ല.